ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. ആരെയും പേടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമൊന്നുമില്ല. കുറച്ച് വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്യാം എന്ന് മാത്രം കരുതിയിട്ടുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ഫ്രിഡ്ജ് പരതാണ്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, മുഖത്തിടാൻ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. അതിനിടയിൽ ഒരു പഴം കൂടെ കിട്ടിയിട്ടുണ്ട്, അതും കൂടെ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പരതി കുറച്ച് തൈരും അരിപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ കൂടിയിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് മുഖത്തിടാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്കിന്ന് അത്യാവശ്യത്തിന് ഡ്രൈ സ്കിന്നാണ് കേട്ടോ. ഞാൻ ഈ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ വിരളാണ്. വല്ലപ്പോഴൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് വല്ലതൊക്കെ വാങ്ങിക്കാറുണ്ട്. എന്നല്ലാതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. ഏട്ടൻ വന്നപ്പോൾ തൊട്ടിട്ടുള്ള തുണികളൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ മടക്കി വൃത്തിയാക്കി നമ്മുടെ റൂമൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ മുഖത്തിട്ട പാക്കൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയായപ്പോഴേക്കും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ തീയിടലും കാര്യങ്ങളൊക്കെ നടത്താൻ നിൽക്കുന്നത്. മഴയാണല്ലോ, അപ്പോൾ ഒന്ന് വെയിൽ കണ്ടാൽ നമ്മൾ അടിച്ചു വാരി തീയിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ അതൊക്കെ അവിടെ പറ്റി പിടിച്ച് കിടക്കും. സത്യത്തിൽ ഞാൻ എന്തിനാണ് ഫേസ് പാക്ക് ഇട്ടതെന്ന് പോലും ഞാൻ ആ നേരത്തെ ചിന്തിച്ചു പോയി കേട്ടോ. ഈ ചൂടും പുകയും അഴുക്കൊക്കെ വീണ്ടും നമ്മുടെ സ്കിന്നിലേക്ക് തന്നെയല്ലേ കയറുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ രണ്ടാളും പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. പായുമ്പയ്ക്ക് ചോറ് കൊടുക്കാൻ സമയമായപ്പോൾ ഒരു മുട്ടയും കൂടെ കുത്തിപ്പൊരിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിപ്പിക്കുകയാണ്.